നമ്മുടെ കേരളത്തിൽ ബജറ്റ് ഫ്രണ്ട്ലി സെഗ്മെന്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ ഒന്നാണ് ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ്. ടെക്നോയുടെ പല ഫോണുകളും നമ്മൾ കേരളത്തിലെ പല മൊബൈൽ ഷോപ്പുകളിലും ചെന്നാൽ ഒരുപാട് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ടെക്നോ അവരുടെ ഏറ്റവും പുതിയ ബജറ്റ് ഫ്രണ്ട്ലി ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു, സ്പാർക്ക് 20 എന്ന പേരിൽ. ഇതുപോലൊരു ബോക്സിലാണ് ടെക്നോ സ്പാർക്ക് 20 എന്ന ഫോൺ വന്നിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 16GB റാം 256GB എന്നാണ്. റാം 16GB എന്ന് പറയുന്നത് 8GB ആണ് ആക്ച്വലി. ബാക്കി മെമ്മറിയിൽ നിന്ന് വെർച്വൽ റാം എടുത്തുകൊണ്ടാണ് 16GB വരുന്നത്. ഈ ഒരു ഫോണിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 5000 രൂപയോളം വില വരുന്ന 19 OTT ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ടെക്നോ ഉയർത്തിക്കാട്ടുന്ന കാര്യങ്ങൾ 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ, സ്റ്റീരിയോ സ്പീക്കർ, 32 മെഗാപിക്സൽ സെൽഫി, മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്ന് പറയുന്ന പ്രോസസർ. ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ ഒരുപാട് ഫോണുകളിൽ വന്ന് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസറാണ് G85. നല്ലൊരു പാക്കിംഗ്. ഫോൺ വാങ്ങി തുറന്നു നോക്കുന്നതിന് ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ആപ്പിൽ നിന്ന് കിട്ടും. ഫോണിലേക്ക് വരാം, അവിടെ ഇരിക്കട്ടെ. വേറെ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു OTT പ്ലേ റെഡീം ചെയ്യുന്നതിനുള്ള കാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ യൂസർ മാനുവലിൽ 12 months വാറന്റി കാർഡ് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇതിനകത്ത് മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ബാക്ക് കേസ്, ക്വാളിറ്റി ഉള്ള ഒരു കേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. നമുക്ക് എന്തായാലും ഫോണിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. iPhone 15 സീരീസ് പോലെ തോന്നും. വലിയ സന്തോഷമുള്ളത് ഇവിടെ ടെക്നോ സ്പാർക്ക് എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് തിരിഞ്ഞു പോകില്ല. ഈ ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടില്ലേ, കറക്റ്റ് ഒരു ഐഫോൺ സ്റ്റൈൽ ക്യാമറ മൊഡ്യൂളാണ്. ഡിസൈൻ കൊള്ളാം. അകം വലിയ പൊള്ളയൊന്നുമല്ല, ബാക്ക് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ആ ഒരു കളറിന്റെ ആ ഒരു എന്താ പറയുന്നത്, പല കളറിന്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം. ബാക്കിൽ 2 ക്യാമറയാണ്. ഇത് LED ഫ്ലാഷ് ലൈറ്റ് ആണ്. അതൊരു റിംഗ് ലൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. 50 മെഗാപിക്സലാണ് പ്രൈമറി ക്യാമറ. വല സൈഡിലാണ് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഉള്ളത്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്പീക്കർ, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക് കാണാം. അതുപോലെ സിം ട്രേയുടെ സൈഡിൽ മുകളിൽ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കറാണ്. സെക്കൻഡറി മൈക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ സിം ട്രേ ട്രിപ്പിൾ സ്ലോട്ട് ആണ്. ഫോണിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡ് ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. ഈ പ്രൈസ് പോയിന്റിൽ പ്ലാസ്റ്റിക് ഫ്രെയിം ഒക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ ഈ ഒരു സൈഡ് ഫ്രെയിം എന്ന് പറയുന്ന ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബോക്സി ഡിസൈൻ ആണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അത്ര സുഖമല്ല. സെൽഫി ക്യാമറ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ സൈസ് ആവറേജിലും കൂടുതലാണ്. അതുപോലെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബെസലും ശ്രദ്ധിച്ചാൽ സാധാരണ ഇപ്പോൾ വരുന്ന ഫോണുകളെ അപേക്ഷിച്ച് ഒരു അല്പം കൂടുതൽ നിൽക്കുന്നു ആ സൈസ്. എസ്പെഷ്യലി ഈ ചിഹ്നെന്നറിയപ്പെടുന്ന ഭാഗമൊക്കെ ഒരു അല്പം സൈസ് കൂടുതലാണ്. ഈ സൈഡിലെ ബെസലും ഒക്കെ ഒരു സൈസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.56 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷൻ ഉള്ള 90 Hz റിഫ്രഷ് റേറ്റ് നൽകുന്ന സ്ക്രീനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. IPS ഡിസ്പ്ലേ ആണ്. തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ എന്നേ പറയാൻ പറ്റൂ. ഒരു ഭയങ്കര വൗ ഫാക്ടർ ഒന്നും നൽകുന്ന ഡിസ്പ്ലേ അല്ല. ഇൻഫിനിക്സിന്റെ ടെക്നോയുടെ ഒക്കെ ഫോണുകൾ എടുത്ത് നോക്കുമ്പോൾ ആപ്പിന്റെ ലേഔട്ടിൽ തന്നെ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് സൈഡിൽ കാണുന്നതായിട്ട് ഫീൽ ചെയ്യും. അല്ലേ, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് ഇതിന്റെ ഒരു ആപ്പുകൾ ഓർഗനൈസ് ചെയ്തതിന് കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇൻഫിനിക്സ് ഫോണുകളുടെ കേസിലും പറയാറുണ്ട്. 480 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. തരക്കേടില്ലാത്ത ഔട്ട്ഡോർ വിസിബിലിറ്റി കിട്ടും. അറിയാലോ, ഇപ്പൊ 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഫോണുകൾ വരെ ഉണ്ട്. പക്ഷെ അത് വാങ്ങണമെങ്കിൽ നമ്മളൊരു 40,000 രൂപയെങ്കിലും മിനിമം മുടക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ 10,000 രൂപയ്ക്ക് ഈ പറഞ്ഞ 480 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഫോണാണ് നൽകുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാക്കില്ല. തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ അനുഭവം തന്നെ ഈ ഒരു ഫോൺ നൽകുന്നു. കൂടാതെ ഇതിന് പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് അല്ല, പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലും വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. മീഡിയാടെക്കിന്റെ ഡയമണ്ട്സിറ്റി G85 എന്ന് പറയുന്ന പ്രോസസർ, ഇതൊരു 4G പ്രോസറാണ്. അതാണ് ഈ ഒരു ഫോണിന് കരുത്ത് പോയത്. അതുപോലെ മാക്സിമം നമുക്ക് 8GB റാം കിട്ടുന്നുണ്ട്. മാക്സിമം 256GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതും LPDDR4X ടൈപ്പ് റാം ആണ് നൽകിയിരിക്കുന്നത്. ANTUTU സ്കോർ പരിശോധിച്ചാൽ ഏകദേശം 2 ലക്ഷത്തിലധികമുള്ള ഒരു ANTUTU സ്കോർ നമുക്ക് ലഭിക്കും. വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോണിന് വരത്തില്ല. BGMA പോലുള്ള ഗെയിമുകളുടെയൊക്കെ ഒരു എൻട്രി ലെവൽ സെറ്റിംഗിലൊക്കെ നമുക്ക് ഇത് കളിക്കാം. ബാറ്ററിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ്ങിന് Type C പോർട്ടും അതുപോലെ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്തായാലും ഫോണിന് കൊടുത്തിട്ടുണ്ട്. 18 വാട്ട് എന്ന് പറയുമ്പോൾ 5000 mAh ചാർജ് ചെയ്യാൻ എങ്ങനെ പോയാലും ഒരു 2.5 മണിക്കൂർ സമയം കിട്ടും. ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെൽഫി ക്യാമറ, അതും പഞ്ച് ഹോൾ ക്യാമറ. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിലയിൽ 32 മെഗാപിക്സൽ ക്യാമറ ഒരു ഫോണിലും കാണാൻ കിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിന്റെ ഒരു ക്വാളിറ്റി സെൽഫി ഫോട്ടോ
ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോ വിഭാഗത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും 2K റെസൊല്യൂഷനിൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 2K റെസൊല്യൂഷൻ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും 2K ഫുൾ HD നിന്ന് മേലിൽ നിൽക്കുന്നുണ്ടല്ലോ. 4K ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ ഫ്രണ്ടും ബാക്കിലും 2K കൊടുക്കുന്നുണ്ട്. അതും തരക്കേടില്ലാത്ത ഒരു ഫീച്ചറാണ് ഈ പ്രൈസ് പോയിന്റിൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ഫോണുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടെക്നോയുടെയൊക്കെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഹൈ OSലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലോട്ട് വൈസുകളെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വൈസുകൾ ഉണ്ട്, ഒരുപാടൊന്നുമില്ല. സ്പോട്ടിഫൈ പോലുള്ള പ്രീമിയം ആപ്ലിക്കേഷൻ, സ്നാപ്ചാറ്റ് തുടങ്ങി കുറച്ച് ആപ്ലിക്കേഷൻസ് എന്തായാലും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് സ്നാപ്ചാറ്റ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലോട്ട് വൈസുകളാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കറാണ്, ക്വാളിറ്റി ഓക്കെ എന്ന് പറയാം. ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഒന്നുമില്ല, ഒരു മീഡിയം സൗണ്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ കൈ തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് സൗണ്ട് കേൾക്കുന്ന സമയത്ത്. മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത, ഇതിനകത്ത് IP53 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ അത്രയെങ്കിലും കൊടുക്കുന്നതും വലിയ കാര്യം തന്നെയാണ്. ഗ്രാവിറ്റി ബ്ലാക്ക്, സൈബർ വൈറ്റ്, മാജിക് സ്കിൻ ബ്ലൂ, നിയോൺ ഗോൾഡ് എന്നീ 4 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 128GB, അതായത് 8GB റാം 128ന്റെ വില 10,499. അതുപോലെ 8GB റാം 256ന്റെ വില എന്ന് പറയുന്നത് 11,499 രൂപയാണ്. വേറെ 1000 രൂപയൊക്കെ വീണ്ടും ബാങ്ക് ഓഫറുകൾ, ചില പർട്ടിക്കുലർ കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് വേറെ ബാങ്ക് ഓഫറുകൾ 1000 രൂപ ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊരു 4G ഫോണാണ്. ഇനി പലരും 5G സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതൽ പേര് 4G ആണെന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ ഞാൻ കാണുന്ന ഒരു കുറവ്. കാരണം ഈ പ്രൈസ് പോയിന്റിൽ വേറെ 5G സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, അതുപോലെ 8GB റാം, അതുപോലെ 128GB ഇന്റേണൽ സ്റ്റോറേജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അതൊക്കെ വേണമെങ്കിൽ ഈ ഫോൺ തന്നെ വാങ്ങേണ്ടി വരും.